2 രാജാക്കന്മാർ 4:8 മുതൽ 10. 8-10. ഒരു ദിവസം എലീശ ശൂലേമിലേക്ക് പോയി. അവിടെ ധനികയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരണമെന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. അവൾ തൻ്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായൊരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. നാം ചുവരോട് കൂടിയ ചെറിയൊരു മാളികമുറി പണിതുണ്ടാക്കുക. അതിൽ അവൻ ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വയ്ക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവൻ അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ ദാസന്മാർ, പ്രത്യേകിച്ച് ഇന്ന് അധ്യക്ഷനായിട്ട് നിയമിച്ചേക്കുന്ന പാസ്റ്റർ റോബിൻസൺ പാപ്പച്ചനും പാസ്റ്റർ ദീർഘവർഷം സീനിയർ പാസ്റ്ററായിട്ട് ഇവിടെ ആയിരിക്കുന്ന പാസ്റ്റർ DP ജോൺ അവറുകൾ, പാസ്റ്റർ MP ജോസഫ് ആൻഡ് പാസ്റ്റർ ഫ്രാൻസിസ്, പാസ്റ്റർ യേശുദാസ്, അങ്ങനെ പല ദേവദാസന്മാർ, പാസ്റ്റർ ജോസ് എബ്രഹാം, FGACയിലെ മറ്റു ദേവദാസന്മാർ, ഇവിടെ സ്ഥലം ഷാരോൺ ഡിസ്ട്രിക്റ്റിലും മറ്റു ചുറ്റുപാടുമുള്ള ദേവദാസന്മാർ എല്ലാവരെയും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് പാസ്റ്റർ സാജു ജോണിനെയും സിസ്റ്റർ രാജി ആൻഡ് മോൻ എബൻ, അവർ ഒരുമിച്ച് കുടുംബമായിട്ടും ഇവിടെ പാർക്കുന്നുണ്ടല്ലോ. അവരുടെയും സ്നേഹവന്ദനം ഞങ്ങൾക്ക് അറിയിക്കുന്നു. എൻ്റെ ഭാര്യയും ഞങ്ങളും ഒരുമിച്ച്, റിഫൈന, ഞങ്ങൾ ഒരുമിച്ച് വരാൻ ഈ സമയത്ത് ദൈവം ഇടയാക്കി. അങ്ങനെ ഒരു നല്ലൊരു അവസരം. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഈ നല്ല സമയം, ഇങ്ങനൊരു അവസരം ദൈവം തന്നതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസൻ ദീർഘവർഷങ്ങളുടെ ഒരു നല്ല സാക്ഷ്യം നമ്മൾ കേട്ടു. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷവും എൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾ ഞാനും കൊച്ചിലെ അനുഭവിച്ചത് ഞാൻ ഓർക്കുന്നു. എബൻ മോൻ ഇവിടെ ഉണ്ടല്ലോ. എന്തിയേ എബൻ്റെ പ്രായത്തിൽ ഞാനും എൻ്റെ സഹോദരൻ സജി മാത്യു നൈനാൻ, ഞങ്ങൾ 2 സഹോദരന്മാർ, ഞങ്ങളുടെ ഭവനത്തിൽ പാഴ്സനേജ് എന്ന് പറയാം, ഫെയ്ത്ത് ഹോം എന്ന് പറയാം, ഏത് വിധത്തിൽ പറഞ്ഞാലും ദൈവദാസന്മാർ ഞങ്ങളുടെ വീടുകളിൽ മിക്കവാറും വന്നിട്ടുണ്ട്. സ്തോത്രം. അന്ന് ഈ മോൻ്റെ പ്രായമുള്ളായിരുന്നു. ഞങ്ങൾക്ക് വലുതായിട്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഒരു വലിയ അറിവില്ല. എന്നാലും എല്ലാ വെള്ളി, ശനി, ഞായർ മിക്കവാറും എല്ലാ വീക്കെൻഡിലും ദേവദാസന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ. ഇവിടെ അമേരിക്കയിലെ കാര്യമാണ്. ഞങ്ങൾ കൊച്ചിലെ മുതൽ അവിടെയാണ് ദേവദാസൻ. എൻ്റെ പ്രിയ ഫാദർ KM നൈനാൻ ഷാരോണിൽ ദീർഘവർഷങ്ങളായിരുന്നു. ഞങ്ങളുടെയും പഴയ ചരിത്രവും, പഴയെന്ന് പറഞ്ഞാൽ പപ്പായുടെയും മമ്മിയുടെയും ആ സമയത്ത് ഷാരോനുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള ശുശ്രൂഷയായിരുന്നു. അനേക ദൈവസഭകൾ, അനേക ശുശ്രൂഷകൾ തിരുവനന്തപുരത്തും ഇവിടെയും ഈ സ്ഥലത്തും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിച്ചു. കർത്താവിൻ്റെ ദാസൻ ഓർക്കുന്നു. നിങ്ങൾ ചിലർക്ക് നല്ല എന്നെക്കാട്ടിലും ഓർമ്മ നിങ്ങൾക്ക് ചിലർക്കാണ്. ആ ഒരു സമയങ്ങൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാനത് വലിയ മൈൻഡാക്കിയില്ല. ഞങ്ങൾ കുഞ്ഞുങ്ങൾ കുശൃതിയിലൊക്കെ ആയിരുന്നു ഞങ്ങൾ. പക്ഷേ ഇപ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ, 50 വർഷത്തിൽ കൂടുതലൊക്കെ പുറകോട്ട് നോക്കുമ്പോൾ, അതൊക്കെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ കാണുന്ന കാഴ്ച, ഇവിടെ എന്തുവാ നടക്കുന്നത്, ഒരു യോഗം നടക്കുക, പാട്ട്, പ്രസംഗം, ഒത്തിരി പാസ്റ്റേഴ്സൊക്കെ വന്ന് അവർക്ക് തന്നെ എന്തുവാ ഒരു വലിയ ശ്രദ്ധയൊന്നും കാണത്തില്ല. എന്നാലും അവരുടെ ഉള്ളിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. സ്തോത്രം. തലമുറകളെ ദൈവം മാനിച്ചുകൊണ്ടിരിക്കുവാണ്. സ്തോത്രം. അതിൻ്റെ തെളിവാണ് ഇന്ന് പകൽക്കാലം. സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ്റെ ദീർഘവർഷത്തെ ശുശ്രൂഷ, പ്രാർത്ഥന, അധ്വാനം, അതിൻ്റെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങൾ അവർക്കും അറിയാം, നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം. അതിൻ്റെ എല്ലാം പ്രതിഫലമാണ് ദൈവം ഇങ്ങനെ ഒരു ദിവസം തന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ സാജുവിൻ്റെ കൂടെ ഞങ്ങളും ഒരുമിച്ച് സന്തോഷിക്കുവാണ്. ഈ ദിവസം ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം നമുക്ക് സന്തോഷിച്ച് ഈ ദിവസം ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രസംഗങ്ങളുടെ പ്രഭു സ്പർജൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, എവ്രി ഹോം ഷുഡ് ബി എ ചർച്ച്. എല്ലാ വീടുകളും ഒരു സഭയാണെന്ന്. എവ്രി ഹോം ഷുഡ് ബി എ ട്രെയിനിങ് ഗ്രൗണ്ട് ഫോർ വർഷിപ്പ്, ഇൻസ്ട്രക്ഷൻ, ഫെലോഷിപ്പ്, എവാഞ്ചലിസം. എല്ലാ വീടുകളും ഒരു സഭ, അതൊരു ട്രെയിനിങ് സെൻ്ററായിട്ട് ആയിരിക്കണം എന്ന് പുള്ളിക്കാരൻ എഴുതി. അവിടെ ആരാധന നടക്കണം, അവിടെ ഉപദേശങ്ങളൊക്കെ പഠിക്കണം, അവിടെ കൂട്ടായ്മയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം, അവിടെ ഇവാഞ്ചലിസം
എങ്ങനെയാണ് സുവിശേഷം ഷെയർ ചെയ്യേണ്ടതെന്നൊക്കെ വീടുകളിലാണ് തുടങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ടാണ് സഭയിലൊക്കെ വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭവനവും ഈ പുതിയതായിട്ട് പണിത് എക്സ്റ്റെൻഡ് ചെയ്തതും മനോഹരമായിട്ടുള്ള ഈ ഭവനം അതിനായിട്ട് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വാക്യം നമ്മൾ വായിച്ചു, അധികം സമയം ഞാൻ എടുക്കുന്നില്ല. ഇവിടെ ഒരു 5 കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാനത് നിർത്താം. പ്രൈസ് ദി ലോർഡ്. 5 കാര്യം ശൂലേമിൻ്റെ എലീഷാവിൻ്റെ ഒരു വാക്യമാണല്ലോ, നമുക്ക് മിക്കവാറും പേർക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ അകത്തൊരു 5 കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. 10-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം. 10-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ട്. നാം ചുവരോടുകൂടിയ ചെറിയൊരു മാളിക മുറി പണിത് ഉണ്ടാക്കുക. അതിൽ അവൻ ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വെക്കുക. എലീശാവും അല്ലെങ്കിൽ ദേവദാസന്മാർക്ക് ഒരു സ്ഥലം, ഒരു വിശ്രമ സ്ഥലം, അനേക അധ്വാനങ്ങൾ ദേവദാസന്മാർ ഈ സ്റ്റേജിൽ ഇരിക്കുന്നവർക്ക് നിങ്ങൾക്കറിയാം, ദൈവമക്കളുടെ ഭവനങ്ങൾ ഒരു ആശ്വാസ സ്ഥലമാണ്. നമ്മുടെ യാത്രയിൽ, നമ്മുടെ ബുദ്ധിമുട്ടിലും, നമ്മുടെ മിനിസ്ട്രിയിലും ഒക്കെ അനുഭവിക്കുന്നതിൻ്റെ ഒരു സ്ഥലം. ചില പ്രത്യേക സ്ഥലങ്ങളൊക്കെ നമ്മൾ നല്ലോണം ഓർക്കുന്നുമുണ്ട് അല്ലേ? ഈ ദേവദാസന്മാരുടെ ഓരോ സമയം അവരുടെ അനുഭവസാക്ഷ്യം പറയാൻ അവസരം കൊടുത്താൽ അവർ പറയും, ഇന്ന സ്ഥലത്ത് ഒരു വീടുണ്ടായിരുന്നു, അവിടെ എപ്പോൾ പോയാലും ഞങ്ങൾക്ക് നല്ലൊരു സ്വീകരണം കിട്ടും, നല്ലൊരു ആഹാരം കിട്ടും, നല്ല ഒരു അന്തരീക്ഷമായിരുന്നെന്ന് അവരുടെ ഉള്ളിൽ അതുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലാത്തതും അവരുടെ മനസ്സിലുണ്ട്, അല്ലാത്ത വീടുകളും ഉണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ഭവനം അങ്ങനത്തെ ഒരു ഭവനമായിരുന്നെന്ന് ഞാനിവിടെ നേരത്തെ വന്നിട്ടില്ലെങ്കിലും അതെനിക്ക് ബോധ്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷ, സാന്നിധ്യം, മക്കൾ ഒരുമിച്ച് എല്ലാവരും കൂടെ പാർക്കുന്നത് ഒരു സന്തോഷമാണ്. ഒന്നാമത്തെ കാര്യം ഇവിടെ കാണുന്നത് ആ മുറിയാണ്. ഒരു മുറി വേണം. നമ്മുടെ ഭവനത്തിലെല്ലാം ഒരു മുറി വേണം. സ്തോത്രം. അനേക മുറികളുണ്ട് ഇവിടെ അനേക മുറികളുണ്ട്. നല്ല ബെഡ്റൂമുണ്ട്, നല്ല കിച്ചണുണ്ട്. പക്ഷേ ഈ മുറി പ്രത്യേകിച്ചൊരു വ്യത്യാസമുള്ള മുറിയാണ്. ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു മുറി. സ്തോത്രം. ഒരു എൻകൗണ്ടർ, അതിനൊരു സ്ഥലം അനുവദിച്ച് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഭവനത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു സ്ഥലമുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ദൈവത്തോട് ഒന്ന് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗം കിട്ടുവാൻ ആ ഒരു അന്തരീക്ഷത്തിന് വേണ്ടി ഒരു സ്ഥലമുണ്ടോ? ഒരു മുറിയുണ്ടോ? ഒരു സ്പേസ് ഉണ്ടോ? ഹല്ലേലൂയ. ദൈവം നോക്കുന്ന വലിയ മനോഹരമായിട്ടുള്ള വീടുകളല്ല, ഒരു ചെറിയ മുറിയാണ് നോക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത് അവിടെ കാണുന്ന ഒരു കട്ടില്. സ്തോത്രം. ദേവദാസന്മാർക്കും വിശ്രമം വേണമല്ലോ. ഇന്ന് ഭയങ്കര തിരക്കേറിയ ജീവിതമാണ്. 2024 വന്നേക്കുവാണ്. ഒരു നിമിഷവും ഇല്ല തിരക്ക്. പാസ്റ്ററെ എത്രയും വേഗം ഇത് റാപ്പപ്പ് ചെയ്യണം. ഇവിടെ സമയം നീട്ടിക്കൊണ്ട് പോയി അധ്യക്ഷൻ പാസ്റ്റർ ഇവിടെ ആപ്പാടെ കറങ്ങുമായി, എത്ര വേഗം ഇത് നിർത്താൻ നോക്കുമെന്ന്. ഞാനും ഇത് അനുഭവിച്ചതാ പാസ്റ്ററെ. അങ്ങനെ എത്രയും വേഗം ഞാൻ നിർത്താൻ നോക്കും. ഒരു കട്ടിലിൻ്റെ അടയാളം എന്തുവാണ്? സമാധാനത്തിൻ്റെ ഒരു സ്ഥലമാണ്. സ്തോത്രം. അനേക കട്ടുകൾ, മെത്തയുടെ ഒക്കെ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നല്ല മനോഹരമായ മെത്ത, നല്ല പഞ്ഞിയും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ സിന്തറ്റിക്കിൻ്റെയും മറ്റേ ഒത്തിരി മെത്തകളുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ചിലർ കിടന്നാൽ ഉറക്കം കിട്ടുന്നില്ല. ബെഡൊക്കെ നല്ലതാണ്, പക്ഷേ ഉറക്കം കിട്ടണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കൊരു ഫേവറേറ്റ് കോട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: "There is no pillow as soft as a clear conscience." തലമുണയാണല്ലോ നമ്മളെല്ലാം ബെഡേൽ ഒരു തലമുണയുണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും തലമുണ ഇല്ലാതെ ആരും കിടന്നിട്ടില്ലല്ലോ. യാക്കോബിൻ്റെ ഒരു അനുഭവം നമ്മൾ വായിച്ചു. കല്ലുകൊണ്ടുള്ള തലമുണയായിരുന്നു. നമുക്കെല്ലാം നല്ല തലമുണയൊക്കെ ഉണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ കിടക്കുമ്പോൾ നല്ല സുഖമായിട്ടുള്ളൊരു തലമുണയാണ്. പക്ഷേ മനസാക്ഷി ക്ലിയർ അല്ലെങ്കിൽ അത് കല്ലായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഒത്തിരി കാര്യത്തിലൊന്നും ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. സുഖമായിട്ടൊരു ഉറക്കം കിട്ടണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ എന്ത് വലുതായിട്ട് നമ്മൾ നേടിയെന്ന് പറഞ്ഞാലും രാത്രിയിൽ സുഖമായിട്ടൊന്ന് കിടക്കാൻ ഒരു കട്ടിൽ ദൈവം നമുക്ക് തരണം. ഒരു മെത്ത, ഒരു സിമ്പിളായിട്ടൊന്ന് ഉറങ്ങണം. നമ്മുടെ കർത്താവിനെ ഒന്ന് ധ്യാനിച്ചൊന്ന് ഉറങ്ങുന്നത്. ഈ ലോകത്തിൽ അനേക വലിയ പ്രഭുക്കന്മാർ, ശ്രേഷ്ഠന്മാർ, പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്റർമാർക്കും ഒന്നും ഉറക്കമില്ല. ഹല്ലേലൂയ.
തലവേദന, സ്ട്രെസ്സ്, ബ്ലഡ് പ്രഷർ, എല്ലാ വിധത്തിലുള്ള രോഗങ്ങൾ, അതിൻ്റെ എല്ലാം ഇപ്പോൾ സ്റ്റഡി കണ്ടുപിടിച്ചേക്കുന്നത് ഇതിൻ്റെ എല്ലാം പുറകിൽ ഒരു കാര്യമാണ്, ഉറക്കം കിട്ടുന്നില്ല. സ്തോത്രം. ദൈവമക്കൾക്ക് നല്ല ഉറക്കം ദൈവം കൊടുക്കുന്നുണ്ട്. ഒരു കട്ടിൽ. മൂന്നാമത് അവിടെ എഴുതിയേക്കുന്നത് ഒരു മേശയുടെ ഒരു അടയാളം കൂട്ടായ്മ. മേശയുടെ ചുറ്റും നമ്മളും നമ്മുടെ ഭാര്യ 127 സംഗീതത്തിൽ 8-ാം സംഗീതത്തിൽ നമ്മൾ വായിച്ചല്ലോ, മേശയുടെ ചുറ്റും. സ്തോത്രം. ഇപ്പം പല അനുഭവത്തിൽ പല വീടുകളിൽ ചെന്നാൽ മേശയുടെ ചുറ്റും ആരുമില്ല, ഒരാളുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ 2 പേര്. മേശയുടെ ചുറ്റും കൂട്ടായ്മ, കുടുംബ ബന്ധം, കുടുംബ സ്നേഹം, കുഞ്ഞുങ്ങളുമായിട്ട് ഒരു സമയം, ഒരു നല്ല ഭക്ഷണം, നല്ലൊരു കുടുംബ പ്രാർത്ഥന. പണ്ടൊക്കെ ഒത്തിരി പ്രാർത്ഥനകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം കുറഞ്ഞു വരുക. ഇവിടെ ആവശ്യമുള്ളത് നമുക്ക് ഒരു കൂട്ടായ്മയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ചാർജ് അവിടെ എടുത്തുകൊണ്ടിരുന്ന സഭയിൽ, ആദ്യം ചാർജ് എടുത്തപ്പോൾ നേരത്തെ ഇരുന്ന സഭയിൽ, അവിടെ ആദ്യത്തെ ഒരു സഭയിൽ ഞാൻ ആദ്യത്തെ ഒരു അനൗൺസ്മെൻറ്റ് അവിടെ ചെയ്തത്, അവിടെ ഒത്തിരി മീറ്റിങ്സ് ഉള്ള ഒരു സഭയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ സഭാ കമ്മിറ്റിയോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ഒന്ന് കട്ട് ചെയ്യണം, ഒന്ന് ഷോർട്ട് ചെയ്യണം, ഒന്ന് കുറയ്ക്കണം. ഇവിടെ ഒത്തിരി മീറ്റിങ്സ് നടക്കുമല്ലേ, എല്ലാ ശനിയാഴ്ചയും മീറ്റിംഗ്, വെള്ളിയാഴ്ച മീറ്റിംഗ്, ബുധനാഴ്ച മീറ്റിംഗ്, ഞായറാഴ്ച മീറ്റിങ്സിൻ്റെ ഓർത്ത് മീറ്റിങ്സാണ്. നല്ലതാണ്, മീറ്റിംഗ് എല്ലാം നല്ലതാണ്. ഞാൻ പറഞ്ഞു ഒരു ശനിയാഴ്ച വൈകിട്ടത്തെ മീറ്റിംഗ് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ആ സമയം നിങ്ങൾ വീടുകളിൽ പോയി കുടുംബങ്ങളായിട്ട്, കുഞ്ഞുങ്ങളുടെ കൂടെ, ഭാര്യയുടെ കൂടെ, ഭർത്താവിൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് ഒരു കൂട്ടായ്മ എന്ന് സമ്മതിക്കാം. പ്രൈസ് ഗോഡ്. അത് ചിലർക്ക് അതങ്ങോട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് എങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടാൻ ഒന്നാമത് പാടാണ്, അവരെല്ലാം മൊബൈലിലും മറ്റുള്ള കാര്യത്തിലും ഒക്കെ പോയി കിടക്കുക. കുടുംബത്തിൽ ഒരുമിച്ചൊന്നിരുന്ന് ഒരു ആഹാരം കഴിക്കാൻ എത്ര നാളായി പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കുന്നത്. ഇവിടെ അമേരിക്കയിലെ സിറ്റുവേഷന് വളരെ തിരക്കേറിയത്, ഇവിടെയും അതുപോലൊക്കെയാണ്. കുഞ്ഞുങ്ങളുമായിട്ട്, ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ചിരുന്ന് ഒരു ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി. സ്തോത്രം. ഒരു മേശയുടെ വേറെ കാര്യങ്ങളുമുണ്ട്, മേശയുടെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു സ്റ്റഡി ചെയ്യാൻ, ഒന്ന് വായിക്കാൻ, ഒന്ന് ബുക്കൊന്ന് തുറന്ന് വയ്ക്കുവാൻ, ഒന്ന് ധ്യാനിക്കാൻ, ഒരു പുസ്തകങ്ങളൊക്കെ ഒന്ന് റെഫറൻസിന് ചെയ്യുവാൻ ഒരു മേശ വേണം. സ്തോത്രം. ദൈവദാസന്മാർക്ക് മാത്രമല്ല മേശ, എല്ലാവർക്കും ദൈവവചനം, സ്തോത്രം, പഠിക്കുവാനും കൂട്ടായ്മയുടെ ഒരു അന്തരീക്ഷം ഈ ഭവനത്തിൽ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ അടുത്തത് 4-ാമത്തെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു ചെയർ, ഇരിക്കണമല്ലോ, ഒരു ചെയർ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുന്ന ഒരാളുടെ ഒരു അടയാളം എന്താണ്? അധികാരത്തിലുള്ള ആളാണ് ഇരിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മളത് വായിക്കുന്നുണ്ടല്ലോ. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുവാണ്. അതോറിറ്റി, അല്ലെങ്കിൽ ഒരു അതോറിറ്റേറ്റീവ് ഫിഗർ ഇരിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. സ്തോത്രം. എല്ലാ അധ്വാനത്തിൻ്റെ എല്ലാ നന്മകളും പാസ്റ്റർ അനുഭവിച്ചു, ദീർഘവർഷങ്ങൾ ദൈവ വേലയിലിരുന്നു. ഒന്ന് ഇരിക്കുന്നതിന് സന്തോഷമാണ്, ഒരു അനുഗ്രഹമാണ്, ഒരു തൃപ്തിയാണ്, സംതൃപ്തിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ചെയർ വേണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അധികാരം, ദൈവം തന്ന അധികാരത്തിൽ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ശുശ്രൂഷിച്ചു, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അനേക ദൈവവചന ശുശ്രൂഷകൾ നടത്തി. സ്തോത്രം. അനേക പ്രാവശ്യങ്ങൾ ഓടി നടന്ന് 100 കൂട്ടം കാര്യങ്ങൾ പുറയിൽ നിന്ന് ചെയ്തു. സ്തോത്രം. ഇന്ന് ഞങ്ങൾ ഇവിടോട്ട് കയറി വന്നപ്പോൾ മറ്റു ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. എന്തുവാ? പുറയിൽ നിന്ന് അവർ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ, പാർട്ടി ടീമും ഇവിടുത്തെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങൾ. നമ്മൾ ചിലർ വന്ന് സുഖമായിട്ട് വന്ന് അങ്ങ് ഇരിക്കുക. പക്ഷേ ഇതിൻ്റെ പുറയിൽ അധ്വാനിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. സ്തോത്രം. ദേവദാസന്മാർ ഒത്തിരി പേര് നിങ്ങളുടെ പുറകിലുണ്ടായിരുന്നു. സ്തോത്രം. ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ ലക്ഷ്യമാണ്. നമുക്ക് ദൈവം അനുഗ്രഹത്തോടെ ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നത്. സ്തോത്രം. 5-ാമത്തെ ലാസ്റ്റ് പോയിൻ്റ് അവിടെ എഴുതിയിരിക്കുന്നത് ഒരു വിളക്ക്, ഒരു ലാമ്പ്. അതൊരു മുറി, ഒരു കട്ടിൽ, ഒരു മേശ, ഒരു ചെയർ, അത് കഴിഞ്ഞൊരു വിളക്ക്, ഒരു ലാമ്പ്. അതിൻ്റെ തെളിവ് ഒരു വെളിപ്പാടിൻ്റെ ഒരു വീടായിരിക്കണം. സ്തോത്രം. ഈ ഭവനത്തിൽ നമ്മൾ എത്രയോ നല്ല കാര്യങ്ങൾ എല്ലാം അനുഭവിച്ചാലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു വെളിപ്പാട് ഇവിടെ ലഭിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവമക്കൾ ഇവിടെ വരുമ്പോൾ, ദൈവദാസന്മാരിവിടെ വരുമ്പോൾ ഒരു നല്ല അന്തരീക്ഷം, ഒരു സമാധാനം, ഒരു തൃപ്തി, അതിനപ്പുറം ദൈവത്തിൻ്റെ ഒരു വെളിപ്പാട്. ഹല്ലേലൂയ.
ഇന്ന് ആവശ്യമായിട്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്, ദൈവവചനത്തിൻ്റെ വെളിപ്പാട്, ഇതിൻ്റെ അടിസ്ഥാനത്തിൻ്റെ അപ്പുറം എൻ്റെ പിതാവ് മുതൽ എൻ്റെ അറിവ് മുതൽ എൻ്റെ ചെറുപ്പം മുതൽ ഈ പുസ്തകത്തിനപ്പുറം ഞങ്ങൾ ആരും പോയിട്ടില്ല. സ്തോത്രം. ഈ 66 പുസ്തകത്തിൻ്റെ അകത്തുള്ളതൊക്കെ മതി. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൻ്റെ അകത്തുള്ള വെളിച്ചം പ്രകാശിക്കുമ്പോൾ ആ ട്യൂബ് ലൈറ്റ് ഓണാകുന്ന പോലെ ഇവിടെ ഈ ലൈറ്റ് പ്രകാശിക്കുന്ന പോലെ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ അതിനുവേണ്ടി നമ്മളെ ഒരുക്കാൻ ഈ ഭവനത്തിൽ പാസ്റ്റർ സാജുവും കുടുംബമായിട്ട് അവരിവിടെ പാർക്കുമ്പോൾ, കർത്താവിൻ്റെ ദാസനും കുടുംബമായിട്ട് ഇവിടെ പാർക്കുമ്പോൾ, അനേക ദൈവമക്കൾ ഇവിടെ വരുമ്പോൾ അവർക്കും ആ പ്രകാശനം കിട്ടട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവം വെളിച്ചമായിട്ട് ഈ ദേശത്ത്, ഈ സഭ, ഈ ദേശത്ത്, ഈ കുടുംബം ഒരു വലിയ വെളിച്ചമായിട്ട് ഈ ദിവസങ്ങൾ ആയിരിക്കട്ടെ എന്ന് എൻ്റെ പ്രാർത്ഥനയോട് എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.